നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ മെയിനായിട്ടും രണ്ട് ടൈപ്സ് ആണുള്ളത്, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് തന്നെ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. മെഷീൻ ലാംഗ്വേജുമുണ്ട്, അസംബ്ലി ലാംഗ്വേജുമുണ്ട്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ബൈനറി ഡിജിറ്റ്സ്, അതായത് ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ലാംഗ്വേജ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്നും പറയാം. ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോസും വൺസും ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം കമ്പ്യൂട്ടറിന് ഇങ്ങനെയുള്ള ബൈനറി ലാംഗ്വേജ് ആണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ മെഷീൻ ലാംഗ്വേജിനെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്നും അറിയപ്പെടുന്നു. ഇപ്പം ഞാൻ എക്സാമ്പിൾ 0 1 0 1 1 0 0 ഇങ്ങനെയായിരിക്കും ഒരു മെഷീൻ ലാംഗ്വേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ലോ ലെവൽ ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ലാംഗ്വേജുള്ള സീറോസിനെയും വൺസിനെയും ചില സിംബോളിക് കോഡ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിനെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ സിംബോളിക് കോഡ്സിനെ പറയുന്ന പേരുണ്ട് ന്യൂമോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിമോണിക് കോഡ്സ് എന്നും പറയും. അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കും നിമോണിക് കോഡ്സ് യൂസ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജിലാണ്, ഏതാണ് അസംബ്ലി ലാംഗ്വേജിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ നിമോണിക് കോഡ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാകണമെങ്കിൽ ഇതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അസംബ്ലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അസംബ്ലർ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഹൈ ലെവൽ ലാംഗ്വേജസിനെക്കാട്ടിലും ഫാസ്റ്റർ ആയിട്ടുള്ളതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലോ ലെവൽ ലാംഗ്വേജ് രണ്ട് ടൈപ്പ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജും ഉണ്ട്, അസംബ്ലി ലാംഗ്വേജും ഉണ്ട്. മെഷീൻ ലാംഗ്വേജിൽ ബൈനറി ലാംഗ്വേജസ് അല്ലെങ്കിൽ ബിറ്റ്സ് ആയിട്ടുള്ള സീറോസും വൺസുമാണ് യൂസ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിമോണിക് കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് വേർഡ്സും മാത്തമാറ്റിക്കൽ സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും മാത്തമാറ്റിക്കൽ സിമ്പിളും യൂസ് ചെയ്ത് നമ്മൾ റൈറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ ഹൈ ലെവൽ ലാംഗ്വേജും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ അതർ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. ഈ ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസംബ്ലർ, അതുപോലെ തന്നെ കമ്പൈലർ, ഇൻ്റർപ്രറ്റർ ഒക്കെയാണ് ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിൾ. ഇനി നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊബോൾ, പൈത്തൺ, C++, ജാവ, VB.NET ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിൾ. നമ്മൾ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലാക്കിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന രണ്ട് ട്രാൻസ്ലേറ്ററാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും. അസംബ്ലർ നമ്മൾ പറഞ്ഞു അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇനി കമ്പൈലറും ഇൻ്റർപ്രറ്ററും എന്താണെന്ന് നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും. തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ കമ്പൈലർ എക്സിക്യൂഷന് മുന്നേ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിലെ ഹോൾ പ്രോഗ്രാമിനെ ആ പ്രോഗ്രാം ഫുള്ളായിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് എക്സാമ്പിളാണ് കമ്പൈലർ. പ്രോഗ്രാമിലെ കമ്പൈലറൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുൾ പ്രോഗ്രാമിനെയും മെഷീൻ ലാംഗ്വേജിലേക്ക് എക്സിക്യൂഷന് മുന്നേ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇൻ്റർപ്രറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഹോൾ പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്നത് കമ്പൈലറും സിംഗിൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻ്റർപ്രറ്ററും. അപ്പം ഇൻ്റർപ്രറ്ററിൻ്റെ എക്സാമ്പിളാണ് ബേസിക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. ബേസിക്കിൻ്റെ ഫുൾ ഫോമാണ് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. അപ്പോൾ ഫുൾ ഫോമൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്.
ഇനി നമുക്ക് പറയാനുള്ളത് ലാംഗ്വേജസ് യൂസ്ഡ് ഫോർ ബിസിനസ് ഡേറ്റ പ്രോസസ്സിംഗ്. ബിസിനസ് ഡേറ്റ പ്രോസസ്സിങ്ങിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് കൊബോൾ. അപ്പോൾ കൊബോളിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ്. ഇതിൻ്റെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് പ്രൊലോഗ്. അതുപോലെ തന്നെ ജാവ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് നമുക്കെല്ലാം അറിയാം. ജാവ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഓക്ക് എന്ന് പറയുന്ന പേരിലാണ് ജാവ ഡെവലപ്പ് ചെയ്തത്. സൺ മൈക്രോ സിസ്റ്റമാണ് ജാവ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്. അതാണ് HTML, PHP, ജാവ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. അപ്പോൾ HTMLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. PHP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. ഇനി ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് അറിയപ്പെടുന്നത് അഡാ ലവ്ലേസ് ആണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണെന്ന് നമുക്കറിയാമല്ലോ. പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് എക്സ്പേർട്ടുകളെയാണ് നമ്മൾ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് അഡാ ലവ്ലേസ് ആണ്. ഇനി ഈ ലാംഗ്വേജസും അവരുടെ ഡെവലപ്പേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. HTML ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്ലി ആണ്. ബി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് കെൻ തോംസൺ ആണ്. നമ്മൾ സി ലാംഗ്വേജിൻ്റെ ഒരു പ്രിഡിസസർ ആയിട്ടാണ് ബി ലാംഗ്വേജിനെ അറിയപ്പെടുന്നത്. സി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ ഡെന്നിസ് റിച്ചി ആണ്. C++ ഡെവലപ്പ് ചെയ്തത് ബിജാർനെ സ്റ്റൗസ്ട്രപ്പ് ആണ്. C#VB.NET ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ആണ്. ജാവ ലാംഗ്വേജ് ആണെങ്കിൽ ജെയിംസ് എ ഗോസ്ലിങ്ങും, പൈതൺ ആണെങ്കിൽ ഗിഡൺ വാൻ റോസോവുമാണ് പൈതൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അൽഗോരിതം എന്താണ്, ഫ്ലോ ചാർട്ട് എന്താണെന്ന് നോക്കാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ റൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്, അതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്ന ലോജിക്കൽ സ്റ്റെപ്സിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ അൽഗോരിതം തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ അൽഗോരിതത്തെ പിക്ചോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ട് ഡ്രാ ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസിനെ പറ്റിയൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓവൽ ഷേപ്പ് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പാരലലോഗ്രാം ആണെങ്കിൽ ഇൻപുട്ടിനെയോ ഔട്ട്പുട്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ ഷേപ്പ് പ്രോസസ്സിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. റോംബസ് യൂസ് ചെയ്യുന്നത് ഡിസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിസിഷൻ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ കണക്ടറും, ആരോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോ ഓഫ് ഡേറ്റയെ കാണിക്കാനും വേണ്ടിയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾസും എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ് ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന ഓരോ സിമ്പിൾസും. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ തുടർന്ന് കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മുന്നിലത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഈ പഠിച്ചു വരുന്നത്. താങ്ക്